എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം. ഇത് രാമായണ മാസം ആണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ 5-6 ക്വസ്റ്റ്യൻ. ഈ മാസം ഏതാണ് എന്നറിയാമോ? അറിയാവുന്നവർ ആദ്യം പറയും. മലയാള മാസം. മലയാള മാസം പറയാം. അടുത്ത പ്രശ്നം, കർക്കിടക മാസത്തിൽ എല്ലാ കുടുംബങ്ങളിലും ശ്രീരാമ സ്മരണ നിലനിർത്താനും മനസ്സ് ശാന്തമാക്കാനും നടക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതാർക്കെങ്കിലും പറയാം. കർക്കിടക മാസത്തിൽ മിക്കവാറും എല്ലാ കുടുംബങ്ങളിലും ശ്രീരാമ സ്മരണ നിലനിർത്താനും മനസ്സ് ശാന്തമാക്കാനും നടക്കുന്ന ഒരു ചടങ്ങ്. കറക്റ്റാണ്. അത് പറയുന്നവരെ നോട്ട് ചെയ്തു. ആദ്യം ഇപ്പം പറയുന്നത് നോട്ട് ചെയ്ത് എല്ലാവർക്കും രാമായണം വായിക്കുവാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ശ്രീരാമ സ്മരണ നിലനിർത്താൻ ആരെങ്കിലും ഒരാൾ പറയുകയാണെങ്കിൽ എൻ്റെ പേര് പ്രത്യേക പ്രൈസ്. എല്ലാവർക്കും രാമായണം വായിക്കുവാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ശ്രീരാമ സ്മരണ നിലനിർത്താൻ ആരുമില്ല. ഞാൻ തന്നെ ഉത്തരം പറയും. ആരുമില്ലല്ലോ. ഏക ശ്ലോക രാമായണം എന്നാണ് പറയുന്നത്. ഞാൻ പിന്നെ കേൾപ്പിക്കാം. അടുത്തത് ഏക ശ്ലോകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ ഒരു ശ്ലോകമുണ്ട്, അതിന്റെ പ്രത്യേകത എന്താണെന്ന് ആർക്കെല്ലാം അറിയാമോ? അതിന് രാമകഥയിലെ എല്ലാ സംഭവങ്ങളും വിവരിക്കുന്നുണ്ട് ആ ശ്ലോകത്തിൽ. ഇനി ആർക്കെങ്കിലും പറയാം. ഇത്രയും തോന്നുന്നു അറിയില്ല. ഒന്ന്, ശ്രീരാമൻ സീതയും ലക്ഷ്മണനുമായി വനവാസത്തിൽ പുറപ്പെടുന്നു. 2, സ്വർണ്ണമാന്റെ രൂപത്തിൽ വന്ന മാരീകനെ വധിക്കുന്നു. 3, രാവണൻ സീതയെ അപഹരിക്കുന്നു. 4, സീതയെ രക്ഷിക്കാൻ ശ്രമിച്ച ജടായു എന്ന പശു മൃത്യുവരിക്കുന്നു. രാവണൻ തറപെട്ടിട്ട് അങ്ങനെ മൃത്യാണ്. 5, അധർമ്മം ചെയ്ത ഭാര്യയെ കൊല്ലുന്നു. ശ്രീരാമൻ സുഗ്രീവനുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. 7, വാനരസേനയോടൊപ്പം ഹനുമാൻ സമുദ്രം കടന്ന് ലങ്കയെ അഗ്നിക്കിരയാക്കുന്നു. അവസാനമായിട്ട് രാവണനെയും കുംഭകർണനെയും വധിച്ച് ധർമ്മം വിജയിക്കുന്നു. ഈ ഏകശ്ലോകം എന്നാണ് ഞാൻ ചൊല്ലാം. ആർക്കും അറിയത്തില്ലല്ലോ. ശരി. പൂർവം രാമതപോവനാദിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹിഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലിനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിദഹനം പശ്ചാത് രാവണ കുംഭകർണഹനം ഏതദ്വിരാമായണം. ഈ ഒറ്റ ശ്ലോകം മാത്രം ചൊല്ലിയാൽ മതി.